അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? പടച്ച റബ്ബ് നമുക്ക് എല്ലാവിധ ഖൈറും എല്ലാവിധ ബർക്കത്തും അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഇരുലോകത്തും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ഉത്തമ ഇബാദുകളിൽ അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മോശ സ്വഭാവങ്ങൾ, നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവില്ലേ? പല ആളുകളും കള്ളുകുടിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ഡ്രിങ്കിങ്ങിൽ. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് എക്സിറ്റ് ആവാൻ എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ അഡിക്ഷൻ അതിന് സമ്മതിക്കുന്നില്ല, വിട്ടുപോരാൻ കഴിയുന്നില്ല. നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്ത് ചെയ്യും? നോ ആൻസർ. അവർ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതിന്ന് അഡിക്ഷനായത് എൻ്റെ ലൈഫിനെ പോലും ആകെ തകർത്ത് കളഞ്ഞല്ലോ എന്ന ഖേദത്തിലാണ് അവർ. ഇങ്ങനെ പല രീതിയിൽ പല ലഹരി ദ്രാവകങ്ങളിലും അല്ലെങ്കിൽ പല ലഹരികളിലുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അതിൽ നിന്നൊന്ന് സലാമത്താകണം അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് പോരുന്നുണ്ട്. പക്ഷേ അവരുടെ അഡിക്ഷൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പല മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പോൺ വീഡിയോസ് കാണുക, അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള മോശ പ്രവർത്തനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരുടെ മോശ സ്വഭാവങ്ങൾ അവർക്കല്ലേ അറിയുള്ളൂ, ശരിക്കല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെയുള്ള നീച പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു അത്ഭുത ഇസ്മുണ്ട്. നിങ്ങൾ മുമ്പ് മേ ബി കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പരിചയം ഉണ്ടാവില്ല. ഈ ഒരു ഇസ്മ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള നീച പ്രവർത്തനമാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു രക്ഷ, അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത്, മഖ്റജ് പടച്ച റബ്ബ് നൽകും ഇൻഷാ അല്ലാഹ്. നമ്മുടെ തൗബ, അതിലേക്കുള്ള വഴികൾ പടച്ച റബ്ബ് തുറന്നു തരും. അതുപോലെ തന്നെ പടച്ച റബ്ബ് നമ്മുടെ തൗബ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇതിനൊക്കെ പറ്റുന്ന ഇസ്മ ഏതാണെന്നല്ല ഇപ്പം നിങ്ങളെ മനസ്സിലുള്ളത്. ഇസ്മ ഇതാണ്: യാ മുഅഖിറു, യാ മുഅഖിറു, യാ മുഅഖിറു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്ര തവണ ചൊല്ലൽ നമ്മൾ പതിവാക്കുക. എത്രയാണോ കഴിയുന്നത് അത്ര തവണ ചൊല്ലൽ പതിവാക്കുക ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞിട്ട് നല്ല ഈമാനോടുകൂടെ നല്ല യഖീനോടുകൂടെ പതിവാക്കിയാൽ ഇതുപോലത്തെ ഏത് വലിയ നീച പ്രവർത്തനമാണെങ്കിലും മോശ സ്വഭാവമാണെങ്കിലും ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമ്മളെ അതിൽ നിന്ന് കഴിച്ചിലാക്കും. പടച്ച റബ്ബ് ഇൻഷാ അല്ലാഹ് നമ്മളെ അതിൽ നിന്ന് സലാമത്താക്കും ഇൻഷാ അല്ലാഹ്. ഉറപ്പാണ്. നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക. വഫഖന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളെല്ലാം നന്നാക്കി തരട്ടെ. അവൻ്റെ നല്ല ഇബാദുകളിൽ, നല്ല അടിമകളിൽ, നല്ല സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.